ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴുത്ത ചക്ക വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് നല്ല പഴുത്ത ചക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ല വരിക്കച്ചക്കയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ആ കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനി മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുക്കുന്ന നേരത്ത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു ചക്ക അരച്ചെടുക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പിൻ്റെ അടുത്താണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ ചക്കയൊക്കെ ഇവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മുടെ ചക്ക എത്ര മധുരമുണ്ട് അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അത് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഞാൻ ആദ്യം ഒരു 4 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്തിട്ട് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം. അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ നല്ല ഹാർഡായിട്ട് പോവും. അപ്പോൾ അതാ ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് 2-3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ട ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം. ചക്ക നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത ഒരു ടൈമിൽ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണല്ലോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വെള്ളം മാത്രമാണ് ഇതിലുള്ളത്. വേറെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കൂടുതലായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൂസായി പോവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഞാനിപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ 5 മിനിറ്റ് മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് 5 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ചെയ്തെടുക്കണം. ഇത് പെട്ടെന്നായി കിട്ടും. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീഡിയത്തിലൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ചക്കേണ്ടൊക്കെ നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന പലഹാരങ്ങളാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് കൂടുതൽ ടൈം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ അതാ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ചക്ക വെച്ചിട്ട് നമ്മൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ രീതി. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കൂടുതൽ മെനക്കെടില്ല. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ചെയ്യും. അപ്പോൾ ചക്ക വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമ്മൾ ചക്ക എടുക്കുമ്പോൾ നല്ല മധുരമുള്ളതും അതുപോലെ തന്നെ നല്ല പഴുത്തതുമാണ് എടുക്കാൻ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചക്ക വെച്ചിട്ടുള്ള പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.